ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ രാവിലെ 2:10 എണീറ്റിട്ടുണ്ട്. 2:10 എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് മോനൂട്ടനെ വിളിക്കുകയാണ്. അവനും കൂടെ റെഡിയായ ശേഷം ഞാനും ചേട്ടനും മോനൂട്ടനും കൂടെ നേരെ തിരുവൈരാണിക്കുളത്തേക്ക് പോവാണ് കേട്ടോ. സമയം ഇപ്പം 3 മണി ആയിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ സഹോദരി എൻ്റെ നാത്തൂനും മോളൂട്ടിയും കൂടെ വരുന്നുണ്ട് ഞങ്ങളുടെ ഒപ്പം. അങ്ങനെ ഞങ്ങൾ നേരെ അവരെ കൂടെ പിക്കപ്പ് ചെയ്ത് നേരെ വിട്ടു. പിക്കപ്പ് ചെയ്തെന്ന് വെച്ചാൽ ചേച്ചി 2 വീലറിലാണ്, ഞങ്ങളും 2 വീലറിലാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് നേരെ പാർക്കിംഗ് സെക്ഷനിൽ പോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന ചടങ്ങുണ്ടല്ലോ, ആ സംഭവം ചെയ്ത ശേഷം നേരെ ട്രെയിനിലേക്ക്. അപ്പം തന്നെ ഒരു 3:15 നമുക്ക് 3:40 കേട്ടോ ട്രെയിന്. ഒരു 8:30 ആവുന്ന സമയത്ത് ആലുവ എത്തും. അപ്പം അതുവരെ ഒന്ന് ചെറിയ മയക്കമൊക്കെ ഉറങ്ങിയൊക്കെ എണീറ്റ് എല്ലാവരും നന്നായിട്ട് ഉറങ്ങി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും തിരുവൈരാണിക്കുളത്തേക്ക് പോകുന്ന ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ. കൂടുതലും ഞങ്ങൾ കയറിയ ട്രെയിനിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ നോക്കിയപ്പോഴും ഏകദേശം എറണാകുളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വിട്ട ആലുവയിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെയാണ്. അറിയാമല്ലോ, 12 ദിവസം പാർവതി ദേവിയുടെ നട തുറന്നിരിക്കുന്ന അമ്പലമാണ്. അത്രയ്ക്കും വിശേഷപ്പെട്ട അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ നേരെ കാപ്പുടിക്കാൻ പോയി. കാരണം ഇനിയിപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് തൊഴുതേച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം 2 മണി അടുപ്പിച്ചാവും. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കഴിച്ചെടുത്തുന്നത് തന്നെയാണ് ഇപ്രാവശ്യം സ്വാമി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചേട്ടോ. നല്ല സൂപ്പർ ഫുഡാണ് അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ ഉന്തിത്തള്ളിയൊക്കെ ഇടിച്ചു കയറിയിട്ടൊക്കെ ആയിരുന്നു ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തുന്നുണ്ട്. പോലീസൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അറേഞ്ച് ചെയ്ത്. ഞങ്ങൾ ആദ്യം പോയ വണ്ടിക്ക് നമുക്ക് കയറാൻ പറ്റില്ല, അപ്പം നല്ല തിരക്കായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ക്യൂ പോലെ നിന്ന ശേഷം ബസ്സിൽ കയറ്റി വിടുന്നുണ്ട്. പക്ഷെ നല്ല തിരക്കാണ്. നിന്ന് പോകുന്നവർക്ക് കയറാം, ഇരുന്ന് പോകുന്നവർക്ക് അടുത്ത ബസ്സിൽ കയറാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ട് ആലുവ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെർച്വൽ ക്യൂ ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം ജനറൽ ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി റഷുമാണ്. ക്യൂ നീങ്ങിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകുമ്പോഴും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരെ വെർച്വൽ ക്യൂ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ എടുത്തിട്ടുണ്ട് ആ സംഭവം തന്നെ കാണിച്ചാൽ നമുക്ക് വെർച്വൽ ക്യൂവിൽ നിന്ന് അവിടെ നിന്നൊരു പേപ്പർ തരും. ആ പേപ്പറും കൊണ്ട് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പം ഒരുപാട് പോകുന്ന വഴിക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ മേടിക്കാനൊക്കെ ആയിട്ട്. എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ മേടിക്കാന്നല്ലോ വെച്ചിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. ഈ ക്ഷേത്രത്തിന് വളരെ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പാർവതി ദേവിയാണ് മഹാദേവന് നിവേദ്യം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ട്. അവിടുത്തെ തിരുമേനി ഒരു കൗതുകത്താല് തിടപ്പള്ളി തുറന്നു നോക്കുകയും പാർവതി ദേവി അവിടെ നിവേദ്യം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് തിരുമേനി കാണുന്നത്. ഈ സംഭവത്തിൽ കോപിതയായ ദേവി തിരുമേനിയോട് ഇനി ഈ അമ്പലത്തിൽ ഉണ്ടാകില്ല എന്ന് അരുൾ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കിയ തിരുമേനി ഭഗവതിയോട് മാപ്പ് ഇരക്കുകയും അതിൽ കരുണ തോന്നിയ ദേവി വർഷത്തിൽ 12 ദിവസം, അതായത് തിരുവാതിര നാൾ മുതൽ 12 ദിവസം വരെ ദേവിയുടെ നട തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ തിരുവൈരാണിക്കുളത്ത് മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. മഹാദേവന്റെ നട എല്ലാ ദിവസവും തുറന്നിരിക്കുകയും വർഷത്തിലെ 12 ദിവസം മാത്രം ഭഗവതിയുടെ നടയും തുറന്നിരിക്കും. സർവ ഐശ്വര്യത്തോടുകൂടി ഭഗവതിയുടെ നട തുറന്നിരിക്കുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ. ഇപ്പൊ ഐതിഹ്യം എന്തെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ തിരക്ക് കണ്ടോ, അമ്പലത്തിലെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. വെർച്വൽ ക്യൂ ആണ്. ഇതിനപ്പുറം കിടക്കുന്നത് നമ്മുടെ നോർമൽ ക്യൂ ആണ്, അതായത് ജനറൽ ക്യൂ. അങ്ങനെ ക്യൂ എല്ലാം നിന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. ഇവിടുത്തെ വഴിപാടിൽ പറ നേർച്ച ഭയങ്കര പ്രധാനപ്പെട്ട നേർച്ചയാണ് കേട്ടോ. നിറപറ നേർച്ചയില് 2 പ്രധാനപ്പെട്ട നേർച്ചകൾ ഉള്ളതെന്ന് വെച്ചാൽ മഞ്ഞൾ നിറപറയും അതുപോലെ തന്നെ എള്ള് നിറപറയും. മഹാദേവനാണ് നമ്മൾ എള്ള് നിറപറ സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിക്കുന്നത് വഴി നമ്മുടെ രാഹുദോഷം മാറിക്കിട്ടാനും അതുവഴി തന്നെ നമ്മുടെ അസുഖ നിവാരണത്തിനും ഇത് ഫലം നൽകുമെന്നാണ്
കൂടാതെ മലറ്, നെല്ല്, അതുപോലെ തന്നെ പൂവ്, ഇങ്ങനെയുള്ള പല നിറപറ നേർച്ചകളും ഇവിടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഭഗവതിക്ക് സമർപ്പിക്കുന്ന എന്താണ് മഞ്ഞൾ നിറപറയും അതുപോലെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്ന എള്ള് നിറപറയുമാണ് പ്രധാനപ്പെട്ട നേർച്ച. ഇതിൽ ഞാൻ മഞ്ഞൾ നിറപറയും എള്ള് നിറപറയും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ നിറപറ സമർപ്പിക്കുന്നത് വഴി നമുക്ക് മംഗല്യഭാഗ്യം കിട്ടുകയും അതുപോലെ തന്നെ ഭർത്താവിന് ദീർഘായുസ് പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്നാണ് ഈ വഴിപാടിൻ്റെ വിശ്വാസം. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ നടയിലും നല്ല രീതിക്ക് തൊഴുത് ഇറങ്ങിയായിരുന്നു. നമ്മൾ സതീദേവിയുടെ പ്രതിഷ്ഠയും കൂടെ ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ. അങ്ങനെ അധികം അമ്പലങ്ങളിൽ ഇല്ലാത്തൊരു പ്രതിഷ്ഠയാണ്. അപ്പം അതും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ നടകളിലും നന്നായിട്ട് തൊഴുതു. അടുത്ത വർഷവും നട തുറക്കുന്ന സമയത്ത് വന്ന് ഭഗവാനെ തൊഴാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു പൂരപ്പറമ്പിലോട്ട് അങ്ങോട്ട് ഇറങ്ങി കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി സാധനങ്ങളും ഭയങ്കര കളിപ്പാട്ടക്കടകളും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ അതിനകമൊക്കെ കാണാൻ. പിന്നെ താങ്ങി തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ട്രെയിനും പോവും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ഒരു ഓട്ടോ കയറി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. എന്നിട്ട് അവിടെ തന്നെ ബസ്സിൽ കയറി. കറക്റ്റ് ടൈമിനും ബസ് ഉണ്ടായിരുന്നു. ബസ്സിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടെ നിന്ന് നേരെ ടിക്കറ്റും എടുത്തിട്ട് ട്രെയിനിൽ കയറി. 2:40 ട്രെയിൻ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങ് വേറെ ഒരു 8 മണിയൊക്കെ ആയപ്പം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗേസ് ഇന്നത്തെ വിശേഷം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കേ.